നമസ്കാരം. സിറോ മലബാർ സഭയിൽ എറണാകുളം മങ്ങാലി അതിരൂപതയിലെ കുർബാന തർക്കം ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുകയാണ്. പ്രതിഷേധിച്ച വൈദികരെ പോലീസ് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇതൊരു വൈകാരിക പ്രശ്നമായി മാറി. എന്നാൽ ഇതെന്താണ് തർക്കമെന്ന് പൊതുസമൂഹത്തിന് പോലും ബോധ്യപ്പെടുന്നില്ല. എന്താണ് ഈ കുർബാന തർക്കം? ഇത് കേവലം ആരാധനാപരമായ ഒരു തർക്കം മാത്രമാണ്. ഈ തർക്കത്തിൽ മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കളുണ്ട്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി സിറോ മലബാർ സഭ വക്താവ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ, അൽമായ മുന്നേറ്റം പ്രതിനിധി റിജു കാഞ്ഞൂക്കാരൻ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ എന്നിവർ. ആദ്യം ഡോക്ടർ ചാക്കോ കാളാംപറമ്പിലേക്ക്. ചാക്കോ, ഇവിടെ ഈ തർക്കം തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 വർഷമായി. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇത് സിറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ ഉണ്ടാകുന്ന എന്തോ ഒരു പ്രതിഷേധം, അതിനെതിരെ സഭാ നേതൃത്വം സ്വീകരിക്കുന്ന ശക്തമായ നിലപാട് എന്നൊക്കെ മനസ്സിലാവുന്നുള്ളൂ. ഇത് എന്തിനു വേണ്ടിയാണ്? കാരണം വളരെ വൈവിധ്യങ്ങളുള്ള ആരാധനാ സമ്പ്രദായങ്ങളുള്ള ഒന്നാണ് കേരളത്തിലെ സഭകളെല്ലാം തന്നെ. ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ ഏകീകരിക്കേണ്ട കാരണം എന്താണ്? ആ ഏകീകരിക്കാനിടയായ അടിയന്തര സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് കാര്യമായ ധാരണകളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നാം കാണുന്ന ഈ സംഘർഷങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ, എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ നേതാക്കൾ പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ മടിക്കുന്നത് അതുകൊണ്ടായിരിക്കും, അല്ലേ? താങ്കൾ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. സിറോ മലബാർ സഭ എന്ന് പറയുന്നത് 35 രൂപതകളുള്ള ഒരു എപ്പാർക്കിയേറ്റുള്ള ഒരു സഭയാണ്, ഔദ്യോഗിക സഭയാണ്. അതുപോലെ സിറോ മലങ്കര സഭ, ലത്തീൻ സഭ, അങ്ങനെ 3 സഭകൾ കേരളത്തിലെ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന സഭകളുണ്ട്. ഈ സിറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകളിലും അല്ലെങ്കിൽ 35 രൂപതകളിലും പൊതുവായി നടപ്പാക്കേണ്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഏകീകരിക്കപ്പെട്ടത് തന്നെയാണ്. അതിൽ 34 രൂപതകളും അത് അംഗീകരിച്ച് തന്നെയാണ് പോകുന്നതും. ഒരു രൂപതയിലെ ഒരു ചുരുങ്ങിയ വിഭാഗം ആളുകളും അതിനകത്തെ ഒരു വിഭാഗം വൈദികരുമാണ് ഈ മാർപ്പാപ്പ കൊടുത്തിരിക്കുന്ന അനുശാസനങ്ങളെ ധിക്കരിച്ചു പോകുന്നൊരു സാഹചര്യം നിലവിലുള്ളത്. ഇത് പല പ്രാവശ്യം ചർച്ചയ്ക്ക് വിധേയമാക്കുകയും സിനഡാണ് പരമാധികാരിയായിട്ട് ഉള്ളത്. സിനഡിനെ എൻഡോഴ്സ് ചെയ്യുന്നത് മാർപ്പാപ്പയാണ്. അപ്പോൾ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങളെ മാർപ്പാപ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെടുന്ന എല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് വൈദികർ പൗരോഹിത്യ ധർമ്മം ഏറ്റെടുക്കുമ്പോൾ അവർ അത്തരത്തിൽ പ്രതിജ്ഞ ഏറ്റെടുക്കുന്നതാണ്. ഗ്രാഹ്യമാണെങ്കിലും അഗ്രാഹ്യമാണെങ്കിലും വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ മാർപ്പാപ്പ പറയുന്നതും സിനഡ് എടുക്കുന്നതുമായ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊള്ളാമെന്ന്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഏതാനും വൈദികരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും അവിടെ നിലകൊള്ളുന്ന ഒരു രൂപതയിലെ ഒരു വിഭാഗം മാത്രം നിലകൊള്ളുന്നൊരു സാഹചര്യമാണ് ഈ പറയുന്ന തർക്ക വിഷയം എന്ന് പറയുന്നത്. മറ്റ് 34 രൂപതകളിലും ഈ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇത് വൈവിധ്യമല്ല, മറിച്ച് ഒരു ഏകോപനമാണ് സാധ്യമാകേണ്ട. അതിൽ വിട്ടുനിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം 60 ലക്ഷത്തോളം വരുന്ന സിറോ മലബാർ സഭാംഗങ്ങളിൽ, അതിനകത്ത് വരുന്ന ആയിരക്കണക്കിന് വൈദികരിൽ മഹാഭൂരിപക്ഷം അല്ലെങ്കിൽ 99% അംഗീകരിച്ചു പോകുന്ന കാര്യത്തെ ചുരുങ്ങിയ ഒരു വിഭാഗം, 1% താഴെ മാത്രം വരുന്ന ഒരു വിഭാഗം വൈദികർ എതിർക്കുക എന്ന് പറയുന്നത് ഈ പൊതുവായ ധാരയ്ക്കെതിരാണ്, കാനൻ നിയമത്തിനെതിരാണ്, മാർപ്പാപ്പയെ അനുസരിക്കുന്നതിനെതിരാണ്, അതുപോലെ തന്നെ സഭയുടെ സിനഡിനെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് തന്നെ അവരെടുത്തിരിക്കുന്ന പ്രതിജ്ഞാ ലംഘനമാണ്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് തർക്ക വിഷയമല്ല, മറിച്ച് ഔദ്യോഗിക സഭയുടെ കുർബാനക്രമത്തെ അംഗീകരിച്ചു പോകാൻ കാണിക്കുന്ന വിമുഖത അതിൽ തന്നെ നിയമപരമായിട്ട് അവരനുശാസിക്കേണ്ട സഭാ നിയമങ്ങൾക്കെതിരാണ്, അവരനുസരിക്കേണ്ട മാർപ്പാപ്പയ്ക്കെതിരാണ്, അവരെ നയിക്കേണ്ട സിനഡിൻ്റെ തീരുമാനങ്ങൾക്കെതിരാണ്. അവിടെയാണ് ഈ പ്രശ്നം ആവിർഭവിക്കുന്നതും ഉത്ഭവിക്കുന്നതും അത് നിലകൊള്ളുന്നതും. അത് പല പ്രാവശ്യം ക്ലാരിറ്റി വേണം. കാരണം സിറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണ്. ഇവിടെ മാർപ്പാപ്പയ്ക്ക് കീഴിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ രൂപം കൊണ്ട ഒരു സഭയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ആരാധനാക്രമങ്ങളുടെ ഏകീകരണം എന്നുള്ളത് മാർപ്പാപ്പയുടെ താല്പര്യമാണ്, അതായത് വത്തിക്കാൻ്റെ താല്പര്യമാണോ? അതല്ല ഇവിടെയുള്ള സഭയുടെ നേതൃത്വത്തിൻ്റെ താല്പര്യം മാർപ്പാപ്പയെ കൊണ്ട് എൻഡോഴ്സ് ചെയ്യുന്നതാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇല്ല, താങ്കൾ പറയുന്നതിനകത്ത് ഒരു കറക്ഷൻ ഞാൻ വരുത്തുകയാണ്. സിറോ മലബാർ സഭ മാർപ്പാപ്പയുടെ കീഴിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സഭയല്ല. എല്ലാ കാലത്തും അത് മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ പോകുന്ന സിറോ മലബാർ സഭയാണ്. മാർപ്പാപ്പയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 20ലധികം സഭകളുണ്ട്. അതിലൊരു സ്വതന്ത്ര സഭയാണ് സിറോ മലബാർ സഭ. ഓരോ സഭയ്ക്കും അതിൻ്റെ ആരാധനക്രമങ്ങളും അതിൻ്റെ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം അതിൽ തന്നെ നിക്ഷിപ്തമാണ്, അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്.
അത് വെച്ചുകൊണ്ടാണ് ആ സഭയുടെ സിനഡാണ് അത് തീരുമാനിക്കുന്നത്, മെത്രാന്മാർ അടങ്ങുന്ന സിനഡാണ് അത് തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ അവർ നടപ്പാക്കുന്നത്. അതിനു മുമ്പായിട്ട് അവരത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ശേഷം തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനം അന്തിമമാക്കുന്നതിന് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കും. മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിച്ച് ആ പഠിച്ച വിഷയങ്ങൾ എൻഡോഴ്സ് ചെയ്യാനായിട്ട് ഇവർക്ക് പെർമിഷൻ കൊടുക്കും. അങ്ങനെ മാർപ്പാപ്പയുടെ അനുവാദത്തോടു കൂടി സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് സഭയിൽ ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്തു വരുന്ന കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നതും അത് തന്നെയാണ്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു ഈ പറയുന്ന 35 രൂപതകൾ ഏതെങ്കിലും രൂപയ്ക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിര് നിൽക്കുന്നതോ കാനൻ നിയമത്തിന് എതിര് നിൽക്കുന്നതോ അതല്ലെങ്കിൽ സഭയുടെ മാർപ്പാപ്പ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിനും സിനഡിനും എതിര് നിൽക്കുന്നതായ കാര്യങ്ങൾ വൈദികർക്ക് ചെയ്യാൻ കഴിയില്ല. വൈദികരല്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ അന്തിമ വാക്ക്. അത് സിനഡാണ്, അത് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നതും. അതിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസും മാറ്റങ്ങളും ഒക്കെ സിനഡ് ശുപാർശ ചെയ്യുകയും മാർപ്പാപ്പ അംഗീകരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന രീതിയാണ് എപ്പോഴും ഉള്ളത്. ശരി, ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, ഈ ക്ലിയറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വൈദികരുടെ മാത്രം പ്രശ്നമാണിത്. അവരെന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ജനാഭിമുഖ കുർബാന മതി എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമുണ്ടോ? സഭയുടെ ഒരു നേതൃത്വം തീരുമാനിക്കുകയാണ്, ഇത് ഏകീകരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതെങ്ങനെ വേണം? അത് ആൾത്താരയ്ക്ക് അഭിമുഖമായി വേണോ, അതല്ല ജനാഭിമുഖമായി വേണോ, അതല്ല രണ്ടും തുല്യമായി വേണമോ എന്നുള്ളത് ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമല്ലേ? അതിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം പുരോഹിതർ മാത്രം അതിൽ വാശി പിടിക്കുന്നത് എന്തിനാണ്? അജിംസെ തൊട്ടുമുമ്പ് സംസാരിച്ച വ്യക്തി, അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ പരിചയമില്ല. ചാക്കോ കാളാമ്പറമ്പിൽ, അത് സഭയുടെ വക്താവാണ്. എനിക്ക് ആണെന്നൊക്കെ പറയും. എനിക്കറിയില്ല. അങ്ങനെ കുറേ ഉണ്ട്. 10-16 പേരുള്ള ആരാണെന്ന് നമുക്കറിയില്ല. പണ്ടൊക്കെ ഒരാളുണ്ടാവുള്ളൂ. ഇപ്പോൾ 10, 16, 20 പേരൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. എനിക്കറിയില്ല. സഭയ്ക്ക് 16 വക്താക്കളില്ല, 16 വക്താക്കളില്ല, 3 വക്താക്കളേ ഉള്ളൂ. കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് കൃത്യമായി ധാരണയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ടി വിയിൽ കാണുന്ന ദൃശ്യത്തിന് കണ്ടാൽ മനസ്സിലാവും എറണാകുളം അതിരൂപതയിലെ എന്തുമാത്രം ആളുകൾക്ക് ഈ ജനാഭിമുഖ കുർബാന വേണം, എത്ര ശതമാനം ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. നിങ്ങൾക്ക് അജിംസിനൊക്കെ അറിയാം. ഞാനൊക്കെ ഒരു 7-8 വർഷമായി ഈ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. അജിംസിന് അറിയാം എറണാകുളം അതിരൂപതയുടെ സ്ട്രെങ്ത് എന്താണെന്നും അതിരൂപതയുടെ എത്ര ശതമാനം ആളുകൾ ഒപ്പം നിൽക്കുന്നുവെന്നും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, സിനഡ് അംഗീകരിച്ച ടെക്സ്റ്റ് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുത്ത് മാർപ്പാപ്പ എൻഡോഴ്സ് ചെയ്തു, അത് തിരിച്ചു വന്ന് ഇവിടെ നടപ്പാക്കിയെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു തർക്ക വിഷയമുണ്ട്. അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് മീഡിയ കമ്മീഷനല്ല, ബിഷപ്പുമാരുടെ കമ്മീഷനടക്കം പല മെത്രാന്മാരടക്കം പല ചർച്ചകളിലും നേരിട്ട് പങ്കെടുത്ത ആളാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംശയം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റ് കുർബാന തക്സ എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതാണ് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. ആ കുർബാന ടെക്സ്റ്റ് തിരിച്ചു വന്ന ടെക്സ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതേ ടെക്സ്റ്റാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴത്തെ കുർബാന അത് തന്നെയാണ്. പക്ഷേ ഇവിടെ തിരിച്ചു വന്ന ടെക്സ്റ്റിൽ 7ാമത്തെ പൊതുനിർദ്ദേശമായി ഒരു മെത്രാൻ പറഞ്ഞതനുസരിച്ച് വൈദികൻ്റെ ശരീരഭാഷയെ കുറിക്കുന്ന റൂബ്രിക്സ് ഇവർ കൂട്ടിച്ചേർത്തു. അത് ഞങ്ങൾ പറഞ്ഞതല്ല, എറണാകുളം അതിരൂപതക്കാർ പറഞ്ഞതല്ല, സിനഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സിനഡൽ ന്യൂസിൽ അവർ പബ്ലിഷ് ചെയ്തതാണ്. അതിനു മുമ്പുള്ള പേജിൽ പറയുന്നുണ്ട് ഈ തിരിച്ചു വരുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പറയുന്നത്. എറണാകുളം അതിരൂപതയ്ക്ക് അംഗീകരിച്ച ടെക്സ്റ്റ് തിരിച്ചു വന്നാൽ അത് ഉടൻ പ്രാബല്യത്തിൽ പെടുത്തണം, അത് ഉടൻ സിനഡിന് മുമ്പിൽ വെക്കണം. സിനഡിൻ്റെ മുമ്പിൽ വെച്ചാൽ സിനഡിൽ അതിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തിയാൽ വീണ്ടും എറണാകുളം ഈ ടെക്സ്റ്റ് വത്തിക്കാന് മുമ്പിൽ അംഗീകാരത്തിനായി സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അന്ന് മുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവർ കൂട്ടിച്ചേർത്ത റൂബ്രിക്സ് എന്ന് പറയുന്ന 7ാമത്തെ പൊതുനിർദ്ദേശം അത് ഇവർ ആ ടെക്സ്റ്റിൽ കൂട്ടിച്ചേർത്തതിന് ശേഷം എപ്പോഴെങ്കിലും വീണ്ടും സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ? അത് അംഗീകാരം വാങ്ങാത്തടത്തോളം കാലം എറണാകുളം അതിരൂപതയിൽ മാത്രമാണ് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന നടക്കുന്നുള്ളൂ. ബാക്കി ഇവർ പറയുന്ന ഈ 34 സ്ഥലത്തും നടക്കുന്നില്ല. പിന്നെ 34ൻ്റെ കണക്ക് ഇവർ കുറേ നാളുകളായി പറയുന്നു. അതിനെക്കുറിച്ച് അജിംസിന് ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. അതായത് എറണാകുളം അതിരൂപതയിൽ 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. സഭയുടെ വെബ്സൈറ്റിലുള്ളതാണ് കേട്ടോ. സീറോ മലബാർ സഭയിൽ 46 ലക്ഷം വിശ്വാസികളുണ്ടെന്നാണ് വെബ്സൈറ്റിൽ കാണുന്നത്. ഈ ഇദ്ദേഹം 60 ലക്ഷം എന്നൊക്കെ പറഞ്ഞു, ഒരു 15 ലക്ഷം ഒരു ഗ്രേസ് മാർക്കായിട്ട് കൂട്ടിയതായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ നോക്കുമ്പോഴും ഈ 35 രൂപതകളിൽ 22 രൂപത, 35-ൽ 22 രൂപത ആകെ ചേർന്നാൽ 6.25 ലക്ഷം വിശ്വാസികളുള്ളൂ. അതായത്
22 രൂപത ഒന്നിച്ചു ചേർന്നതിനേക്കാൾ വലുതാണ് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, സിറോ മലബാർ സഭയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുർബാന ക്രമം നടപ്പാക്കി എന്ന് പറയുന്നു. നടപ്പാക്കി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഏകരൂപമായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ പറയുന്നു, ചങ്ങനാശ്ശേരിയിൽ തന്നെ പല സ്ഥലത്തും മുഴുവൻ സമയവും പഴയ പോലെ തിരിഞ്ഞെന്നാണ് ഖുർആൻ ചെല്ലുന്നത്. തൃശ്ശൂർ ജനാഭിമുഖ ഖുർആൻ ചെല്ലുന്ന നിരവധി പള്ളികളുണ്ട്. ഇരിങ്ങാലക്കുട ജനാഭിമുഖ ഖുർആൻ ചെല്ലുന്ന 50ഓളം 60ഓളം പള്ളികളുണ്ട്. ആകെ 100 പള്ളിയാണുള്ളത്. 50ഓളം പള്ളികളുണ്ട്. മിഷൻ സെൻ്ററുകളിൽ നിരവധി സ്ഥലത്ത് ജനാഭിമുഖ ഖുർആൻ നടക്കുന്നുണ്ട്. കോട്ടയം രൂപതയുടെ വിഷയത്തേക്ക് വരുമ്പോൾ ഈ സിറോ മലബാർ സഭയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. സിറോ മലബാർ സഭയിലെ കോട്ടയം അതിരൂപത ക്നാനായ അതിരൂപതയാണ്. അവരുടെ ആരാധനക്രമങ്ങളും രീതികളും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ആചാരത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വംശീയമായ വിഷയം. ബ്ലഡിൻ്റെ പ്യൂരിറ്റിയെ കുറിച്ചുള്ള ഒരു പ്രശ്നമുണ്ട്. സിറോ മലബാർ സഭയുടെ തന്നെ കോട്ടയം രൂപതയിൽ നിന്ന് ഒരു പുരുഷൻ തൊട്ടപ്പുറത്തുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അയിത്തം പോലെയാണ്. അവൻ ആ രൂപതയിൽ നിന്ന് പുറത്താണ്. ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ഒക്കെ നടക്കുന്ന സഭയിലാണ് ഈ പറയുന്ന ഐക്യരൂപം പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം രൂപതയിൽ യാക്കോബായ ക്നാനായ സമൂഹത്തിൽ നിന്ന് കോട്ടയം രൂപതയിൽ ചേർന്ന വെറും 1060 വീട്ടുകാർക്ക് 1060 വീട്ടുകാരാണ്. ഞങ്ങളുടെ ഒരു ഇടവകയിലുണ്ട് 3000 വീട്ടുകാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. 1060 വീട്ടുകാർക്ക് വേണ്ടി ഒരു പ്രത്യേക ആരാധനക്രമം നിലവിലുണ്ട്. അത് സിനഡ് അംഗീകരിച്ചതാണ്. അത് യാക്കോബായക്കാർ അവരുടെ സമുദായത്തിൽ അവർ ചെയ്തിരുന്ന അതേ കുർബാന, അതായത് മലങ്കര കുർബാന അവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഈ 1000 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെത്രാനുണ്ട്, മാർ അപ്രൈം. എറണാകുളം അതിരൂപതയിൽ 6.5 ലക്ഷം വിശ്വാസികളും 1.25 ലക്ഷത്തോളം കുടുംബങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു മെത്രാൻ്റെ വിഷയം വരുമ്പോഴും ഞങ്ങളുടെ ആരാധന പ്രശ്നം വരുമ്പോഴേ ഇവർക്ക് വിഷയമുള്ളൂ. അതുകൊണ്ട് ഇവരുടെ പ്രശ്നം കുർബാനയോ കുർബാന തർക്കമോ ഐക്യരൂപമല്ല. കാരണം ഡൈവേഴ്സിറ്റി എന്ന് തന്നെയാണ് സഭയുടെ ഭംഗി. കത്തോലിക്ക സഭയുടെ ഭംഗി എന്ന് പറയുന്നത്. സഭ എന്തിനാണ് 23 ഡൈവേഴ്സിറ്റി ഉണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ മാത്രം അത് അംഗീകരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി. പക്ഷേ ഇതിനൊരു വ്യവസ്ഥ വേണമല്ലോ. ഒരു സിനഡ് തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ ആ സിനഡിന്റെ തീരുമാനം മാറ്റാൻ ആവശ്യമായ അംഗസംഖ്യ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ജനാധിപത്യപരമായത് മാറ്റിയല്ലേ വേണ്ടത്? അല്ല, അതിനെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. അംഗസംഖ്യയെക്കുറിച്ചാണ് ആദ്യമേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവർ നടത്തിയ കറക്ഷൻ വത്തിക്കാൻ ധരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ? അതിന് മെത്രാൻ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് എറണാകുളത്ത് നിയമിതനായ മെത്രാപ്പോലിത്തൻ ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. സിനഡിൽ അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിരൂപതയിലെ ബഹുഭൂരിഭാഗം വിശ്വാസികൾക്കും അംഗീകരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു മാറ്റം സിനഡ് കൊണ്ടുവന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നമല്ലേ ആദ്യം പരിഹരിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം തീർച്ചയായിട്ടും എറണാകുളം അതിരൂപതയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമായിട്ട് 3-4 സിനഡും പെർമനന്റ് സിനഡും വത്തിക്കാനിലും അവിടെ ഇവിടെയൊക്കെ കൂടി ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും എറണാകുളത്തിൻ്റെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്താണ്, 2 കൂട്ടരെ കേൾക്കണ്ടേ? എറണാകുളത്തിൻ്റെ നിലപാട് പറയാൻ സിനഡിൽ ആരില്ല. എറണാകുളത്തിൻ്റെ നിലപാട് പറയാൻ ഈ പെർമനന്റ് സിനഡിൽ ആളില്ല. ഇപ്പോൾ ഞാൻ ഒരു 5 പേര് കൂടി ഒരു ചർച്ച നടത്താണ് ഒരു വിഷയം പരിഹരിക്കാൻ. ആ വിഷയത്തിൽ ഇൻക്ലൂഡറായ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ഭാഗം പറയാനോ അവരുടെ നിലപാട് പറയാനോ അവരുടെ നിലപാട് കേൾക്കാനോ ഞങ്ങളുടെ ആരും അകത്തില്ല, ഇപ്പോഴും ഇല്ല. 6 ലക്ഷം വിശ്വാസികളെ റെപ്രസെൻറ്റ് ചെയ്ത് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മെത്രാനില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതുണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ ഈ കമ്മീഷനുകൾ കണ്ടപ്പോഴും വത്തിക്കാനെ കണ്ടപ്പോഴും ഓറിയന്റൽ കോൺഗ്രേഷനെ കണ്ടപ്പോഴും മെത്രാൻസിനെ കണ്ടപ്പോഴും ഒക്കെ കൃത്യമായി ചോദിക്കട്ടെ, ഈ സിനഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണ്? സിനഡിലേക്ക് എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അതിന്റെ പ്രതിനിധികളുടെ സ്വഭാവം എങ്ങനെയാണ്? ആരാണ് തെരഞ്ഞെടുക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് പറയുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയും മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. അതായത് പൊളിറ്റിക്സാണ്. നീ എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ നിന്നെ ഞാൻ മെത്രാനാക്കാം, നിനക്ക് വേണ്ടി 2000 പേർക്ക് വേണ്ടി ഞാൻ രൂപത ഉണ്ടാക്കി തരാം. അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അതാണ് ഞങ്ങൾ നേരിടുന്ന വിഷയം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ പണ്ട് മെത്രാൻ എന്ന് പറയുമ്പോൾ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ തെരഞ്ഞെടുപ്പാണെന്ന് കണ്ടു തന്നെയാണ് നമ്മളതിനെ വീക്ഷിച്ചിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ല എന്ന് ഈ മെത്രാൻ സിനഡിലുള്ളവർക്ക് തന്നെ അറിയാം. എങ്ങനെ ഓരോരുത്തരും വന്നു എന്നും എങ്ങനെ മെത്രാനായെന്നും ഇപ്പോൾ തന്നെ കണ്ടില്ലേ. മാർപ്പാപ്പയുടെ പെട്ടിയും വെടിയും പിടിക്കുന്ന ആൾ കർദിനാളായി. അതുകൊണ്ട് കർദിനാൾ പദവിയുടെ വാലിഡിറ്റി തന്നെ ഇല്ലാണ്ടായി.
അത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അവർ കർദിനാളായിക്കോട്ടെ. അല്ല, റിജു ഇപ്പോൾ സംസാരിക്കുന്ന മാർപ്പാപ്പയ്ക്കെതിരാണ്. മാർപ്പാപ്പ ഒരാളെ കർദിനാളാക്കുന്നതിന് പിന്നിൽ സ്വജനപക്ഷപാതമാണെന്നുള്ള ആരോപണമാണ് റിജു ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലും ഞങ്ങൾക്ക് ആ ഫീലിംഗ് ആണുള്ളത്. അതായത് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുകയോ, ഇവർ മുഴുവൻ സമയം തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുകയോ, 34 ദിവസം ഒന്നിച്ച് തിരിഞ്ഞു നിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടെ, ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ലാന്ന്. അവർ തിരിഞ്ഞു ചെല്ലുക, അവരുടെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം, കഴിഞ്ഞ 60 വർഷമായി ഞങ്ങൾ തുടരുന്ന വിശ്വാസം ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ലിറ്റർജിക്ക് വേരിയൻ്റായി അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മെത്രാൻ മാർ കരിയൽ മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ അത് അനുവദിച്ചതുമാണ്. പക്ഷേ അതിലെ പൊളിറ്റിക്സ് 2 ദിവസത്തിനുള്ളിൽ ഓറിയന്റൽ കോൺഗ്രഷൻ വഴി ആ അനുവാദം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവർ റിജു കുറെ കൂടി നിങ്ങൾ ആ നിലപാടിലെ ക്ലാരിറ്റിയെ കുറിച്ച് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. ഒന്ന് ഇതൊരു പൗരസ്ത്യ സഭയുടെ ഭാഗമായി പിന്നീട് മാർപ്പാപ്പയുടെ കീഴിലേക്ക് വന്ന ഒരു സഭയാണ്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ സഭകളും ഒരു പൗരസ്ത്യ സഭയും പൗരസ്ത്യ ആരാധനാക്രമങ്ങളും പിന്തുടരുന്നവരാണ്. ഇപ്പോൾ അൽത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു നിമിഷം കുർബാന നടത്തുക എന്നുള്ള ഓർത്തഡോക്സ് ജാക്കോബായ വിഭാഗങ്ങളിലുള്ളതാണ്. ഇതേ രീതി, ഒരു സിറിയൻ രീതി പിന്തുടരുന്നവരാണ് നിങ്ങളും. ഇപ്പോൾ 60 വർഷമായി നിങ്ങൾ ജനാഭിമുഖ കുർബാന നടന്നു എന്ന് പറയുമ്പോൾ അത് ഒരു റോമൻ രീതിയാണ്, ലത്തീൻ കത്തോലിക്കർ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ആ രീതി 60 വർഷമായിട്ടല്ലേ അപ്പൊ പരമ്പരാഗതമായി ഒരു നിമിഷം ഒരു ആചാരപരമായി ഒരു സഭയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ ആ സഭാ നേതൃത്വം ശ്രമിക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നത്? അല്ല, അജിംസിന് അതിന്റെ തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെട്ടത്. 60 വർഷം മുമ്പ് 2ാം വത്തിക്കാൻ സൂനോദോസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായി. ആ 2ാം വത്തിക്കാൻ സൂനോദോസിന് മുമ്പ് ലോകമെങ്ങുമുള്ള മുഴുവൻ കത്തോലിക്കരും, ലത്തീനടക്കം മുഴുവൻ കത്തോലിക്കരും കിഴക്കോട്ട് തിരിഞ്ഞാണ് കുർബാനയിലിരുന്നത്. അന്ന് കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൽ കാണുക എന്നൊരു നിലപാടായിരുന്നു. അതിൽ പങ്കെടുക്കുക പോലും അല്ല. ആളുകൾ അവിടെ ഇരുന്ന് ഏത് സുറിയാനി ഭാഷയിൽ കുർബാന നടക്കും, ആളുകൾ അത് കൊന്ത ചെല്ലും എന്ന് പറയും. ഞങ്ങളുടെ മണി കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ആളുകൾ അതിൽ ഇൻവോൾവ് അല്ല, കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന. ഇപ്പോൾ ജോർജ് സാറും പൊടിപ്പാറ സാറൊക്കെ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഞാൻ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ജോർജ് സാറൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നത്തെ കുർബാന രീതി അതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എല്ലായിടത്തും 2ാം വത്തിക്കാൻ സൂനോദോസിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സഹകാർമ്മികരാണ്. കത്തോലിക്ക സഭ ഒരു പിരമിഡിക്കൽ സ്റ്റൈലായിരുന്നു. ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, തൊട്ട് താഴെ കർദിനാൾ, തൊട്ട് താഴെ മെത്രാൻ, അതിന് താഴെ വൈദികൻ, അതിന് താഴെ കന്യാസികൾ, ഏറ്റവും അടിയിൽ അടിമകളെ പോലെ അൽമായർ. അങ്ങനെയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് 2ാം വത്തിക്കാൻ സൂനോദോസിന് ശേഷം കത്തോലിക്ക സഭ സർക്കിളായി, സഹപുരോഹിതരായി വിശ്വാസികളും സഹപുരോഹിതരാണ്. അവരും രാജകീയ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. അവരും ശുശ്രൂഷ പൗരോഹിത്യമുള്ള അച്ഛന്മാർക്ക് ശുശ്രൂഷ പൗരോഹിത്യമുണ്ടെങ്കിൽ ഇവർ സഹപുരോഹിതരായി കുർബാനയിൽ സഹകാർമ്മികരാണ്. ആ ശൈലി കൊണ്ടുവന്നതിന് ശേഷമാണ് ലോകമെങ്ങും 140 കോടി ജനങ്ങളുണ്ട് മാർപ്പാപ്പയുടെ കീഴിൽ. സഭ പറയുന്നത് സഭ ഏകമാണ്, സഭ സാർവത്രികമാണ്, സഭ കാത്തോലികമാണെന്നാണ്. സഭ ഏകമാണ് എങ്കിൽ എന്തിനാണ് വിവിധ രീതിയിലുള്ള കുർബാനക്രമം? എന്തിനാണ് വിവിധ രീതിയിലുള്ള ശൈലികൾ? ഒരേ രീതിയിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന പോലെ കുർബാന അർപ്പിച്ചാൽ പോരെ? എന്താണ് കത്തോലിക്ക സഭയിൽ പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയാൻ എറണാകുളം അതിരൂപത സീറോ മലബാർ സഭ പൗരസ്ത്യ പാരമ്പര്യം അല്ല എന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം സീറോ മലബാർ സഭ 1-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. AD 52 മാർത്തോമ അവിടെ വന്നു, അതിനെ തുടർന്ന് രൂപപ്പെട്ടതാണെന്ന് പറയുന്നു. ഇവിടുത്തെ സിറിയൻ പാരമ്പര്യം വരുന്നത് 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിൽ വന്ന സഭയുടെ പുത്രി സഭയായി 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണ് മാറുക? ഇതിനെക്കുറിച്ചൊക്കെ പലവട്ടം ചർച്ചകളും പല ചോദ്യങ്ങളും ഈ സിനഡിനോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഇതിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഇതിനു മുമ്പിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. എറണാകുളം അതിരൂപതയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകേണ്ടതില്ല എന്ന കൃത്യമായ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഉണ്ടായ സമവായം ഞങ്ങൾ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് ഒരു സമവായം രൂപപ്പെട്ടത്. അതിന് നേതൃത്വം നൽകിയ ആളാണ് മാർ ജോസഫ് പാമ്പ്ലാനി. കൃത്യമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് ആ സമവായം ഉണ്ടാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ടായി. സാധാരണക്കാരനായ ഒരാളെന്ന നിലയിൽ എനിക്ക് ഇതിന് തോന്നുന്ന പരിഹാരം എന്താണെന്ന് അറിയാമോ? എറണാകുളം അങ്കമാലി അതിരൂപത ലത്തീൻ സഭയിലേക്ക് പ്രശ്നം തീരും. അങ്ങനെ നടക്കില്ലല്ലോ. അങ്ങനെ നടക്കുകയാണെങ്കിൽ വിഷയം തരുന്നില്ല. അങ്ങനെ നടക്കില്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. എറണാകുളം അതിരൂപതയ്ക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി ഈ കുർബാന അനുവദിച്ചാൽ പ്രശ്നം തെറിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കോട്ടയം രൂപതയിൽ 1000 പേർക്ക് വേണ്ടി വേറൊരു വേരിയന്റ് അനുവദിക്കാമെങ്കിൽ ഈ 6 ലക്ഷം പേർക്ക് വേണ്ടി ഒരു വേരിയന്റ് അനുവദിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ഇതല്ല പ്രശ്നം.
എറണാകുളത്തിൻ്റെ സ്ഥാപനങ്ങൾ, എറണാകുളത്തിൻ്റെ പള്ളികൾ, എറണാകുളത്തിൻ്റെ അസ്തിത്വം, ഇതൊക്കെയാണ് ചില പ്രശ്നങ്ങൾ. എറണാകുളത്തിൻ്റെ സാമ്പത്തിക ഒരു സ്റ്റെബിലിറ്റി, എറണാകുളത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെയാണ് പ്രശ്നം. അത് തകർക്കും. ഇത് 100 വർഷം മുമ്പ് ഹൈറാർക്കി രൂപതമായ ഇവിടെ റിജു കാഞ്ഞുകാരൻ ചൂണ്ടിക്കാട്ടുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് വളരെ വളരെ പ്രധാനമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെ എണ്ണം കൊണ്ടും സ്ഥാപനങ്ങളുടെ ആധിക്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതിരൂപതകളിൽ ഒന്നാണ്. അവിടെ മറ്റ് അതിരൂപതകളിൽ നിന്നുള്ള മെത്രാന്മാർ ചേർന്ന് അവരുടെ ആരാധനാക്രമം തീരുമാനിക്കുന്നു എന്ന വളരെ അസ്തിത്വപരമായ ഒരു പ്രശ്നം അവർ നേരിടുന്നു എന്നാണ് റിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ തർക്കം? ഇപ്പൊ ഇതിന്റെ തലക്കെട്ടിൽ തന്നെ പറയുന്ന പോലെ തർക്കം കുർബാന മാത്രമോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ ഇതിന്റെ തലക്കെട്ടായിട്ട് ഉന്നയിച്ചിരിക്കുക, ടൈറ്റിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തർക്കം എന്ന് പറയുന്നത് ഇപ്പോ പറയുന്ന ആൾക്കാരാഭിമുഖ കുർബാനയോ അല്ലെങ്കിൽ ആൾക്കൂട്ടാഭിമുഖ ജനാഭിമുഖ കുർബാനയോ എന്നുള്ളതിനപ്പുറത്ത് ഈ തർക്കം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. അതായത് ചങ്ങനാശ്ശേരി രൂപത അടക്കമുള്ള, അതിരൂപത അടക്കമുള്ള ആ ഭാഗത്തുള്ള പാല, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പറഞ്ഞവർ അങ്ങനെയുള്ള രൂപതകളെല്ലാം ആദ്യ കാലം മുതലേ, അതിൽ ബിഷപ്പ്മാർ ആർച്ച് ബിഷപ്പ്മാർ പൗസിലിന്റെ കാലമുണ്ട്, കർദിനാൾമാർ പാറക്കാട്ടിലിന്റെ കാലമുണ്ട്. ആ കാലഘട്ടം മുതൽ അതിനിടയ്ക്ക് ഒരുപാട് വെള്ളം ഈ പറഞ്ഞ പെരിയാറ്റിക്കൂടെയൊക്കെ ഒഴുകിപ്പോയി, ഈ പറഞ്ഞ മീനച്ചിലാറ്റിക്കൂടെയൊക്കെ ഒഴുകിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ ഈ കൽതായ ആഭിമുഖ്യം അല്ലെങ്കിൽ ആ സിറിയൻ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാൻ, അല്ലെങ്കിൽ ആ പാരമ്പര്യമാണ് മാർത്തോമായുടെ പാരമ്പര്യം. മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് ഇവിടെ എന്താ പറയാ ക്രൈസ്തവ സഭയിലേക്ക് മാറ്റിയവരാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നവരാണ് ഇവിടുത്തെ സീറോ മലബാർ സഭയുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞ ആ സിറിയൻ പാരമ്പര്യം. അതാണ് ഞങ്ങളുടെ ആ പൗരസ്ത്യ പാരമ്പര്യമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. അത് വിട്ട് ഒരു കളിക്കും തയ്യാറില്ല എന്നൊരു നിലപാട് ആദ്യ കാലം മുതലേ ചങ്ങനാശ്ശേരി അതിരൂപതയും അതിനോട് ചേർന്നുള്ള കുറെ രൂപതകളും എടുത്തിരുന്നു. പക്ഷെ പാറക്കാട്ടിൽ തിരുമേനിയുടെ കാലം മുതൽ തന്നെ എറണാകുളം അതിനെ അംഗീകരിച്ചിരുന്നില്ല. അവര് അന്ന് കാലത്ത് ഓർമ്മയുണ്ടാവും ഈ പറഞ്ഞ പോലെ ഭാരതീയവൽക്കരണത്തിലേക്കൊക്കെ കൊണ്ടുവന്നതൊക്കെ. പക്ഷെ അതൊക്കെ പിന്നീട് എവിടെയൊക്കെ പോയി അതൊക്കെ എടുത്ത് കളഞ്ഞു. ഒരു പരിധി വരെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അന്ന് കുറെ മറ്റു രൂപതകൾ, ഉദാഹരണത്തിന് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുട അടക്കമുള്ള പല രൂപതകളും എറണാകുളത്തിനോടൊപ്പം ചേർന്ന് അതുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ഈ കൽതായവൽക്കരണം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിൽ കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്, അതൊന്നും പറയാൻ അത്രത്തോളം ഇത് പറയാനുള്ള ഒരു സമയമല്ല, എനിക്കത് മുഴുവൻ പറയാൻ ഞാൻ ആളുമല്ല. എങ്കിലും അടിയിൽ കിടക്കുന്ന ഒരു വികാരം അത് എറണാകുളത്തിന് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം എടുത്താൽ തന്നെ ജിൻസ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവര് മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകത്തിൽ അഭിമാനിക്കുമ്പോൾ അതേ ഒരു അഭിമാന ബോധം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കുമില്ല, വൈദികർക്കുമില്ല. അതിനൊരു സംസർഗ കാരണം കൂടെയുണ്ട്. ഈ പറഞ്ഞ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ കുറെ കൂടി കൂടുതൽ ഇടപഴകുന്നതും അവർ കാണുന്നതും കേൾക്കുന്നതും അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് കുറെ കൂടി ബന്ധമുള്ളതും ഒക്കെ ഈ പറഞ്ഞ ലാറ്റിൻ റീത്തുമായിട്ടാണ്. ഇന്ന് ഈ വൈദികർ ചോദിക്കുന്നുണ്ടല്ലോ, ഇന്ന് ഈ സമരം ചെയ്യുന്ന വൈദികരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് TJ വിനോദും ഹൈബി ഈഡനും എവിടെയെന്ന്. ആ ചോദ്യത്തിന്റെ അർത്ഥം പലർക്കും മനസ്സിലാവില്ല. അതെ, പലർക്കും മനസ്സിലാവില്ല. അപ്പൊ ഈ പറഞ്ഞ ഒരു ബന്ധമുണ്ട്, അതൊരു പൊക്കിൾക്കൊടി ബന്ധം പോലെയൊക്കെ ഉള്ളതാണ്. നമുക്കറിയാം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്തതുണ്ട്. ഇവിടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ, ഇവിടെ ജയിക്കാനും തോൽക്കാനും അല്ല ചെയ്യേണ്ടത്. ഇവിടെ വേണ്ടത് ഒരു ഈ സഭയും ഈ സഭാവിശ്വാസവും എന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. 770 വട്ടം ക്ഷമിക്കണമെന്ന ആ ഒരു ഉദ്ബോധനത്തെ കുറിച്ചാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നത്. അങ്ങനെയുള്ളൊരു സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന പേരിൽ ഈ പറഞ്ഞ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇത്രയും അംഗസംഖ്യയുള്ള, ഇത്രയും വൈദികരുള്ള ഒരു സമൂഹത്തിൽ 6.5 ലക്ഷത്തോളം അംഗസംഖ്യയുള്ള ഒരു വലിയ മഹാരൂപതയുടെ മേൽ ഇങ്ങനെ അവരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഈ ഒരു നിയമമാണ്, ഏകതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് മുഴുവൻ വിജയിച്ചോളുന്നില്ല. മറിച്ച് കുറെ കൂടി ക്ഷമയോടുകൂടി, കുറെ കൂടി സഹിഷ്ണുതയോടുകൂടി അവരെ എന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഏകീകരിക്കാൻ ഈ സിനഡും സഭാ നേതൃത്വം തീരുമാനിക്കുന്നുണ്ടാവുന്ന ചേതോവികാരം എന്താണ്? അങ്ങനെ ഒരു ഏകീകരണം ആവശ്യമാണോ യഥാർത്ഥത്തിൽ? അത് അങ്ങനെ ചെയ്യുന്നതോടുകൂടി സഭയിൽ ഭിന്നിപ്പുണ്ടാവുകയല്ലേ ചെയ്യുക? ഈ റിജോ കാഞ്ഞുക്കാരൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഒരു വശത്ത് നോക്കുമ്പോൾ വെൽ ആൻഡ് ഗുഡ് ആണ്. സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും 35 രൂപതകളിലും എല്ലാ വിശ്വാസികളും എല്ലാ വൈദികരും അല്ലെങ്കിൽ സഭ മൊത്തത്തിൽ ഒരു ഏകീകൃതമായ ഒരു കുർബാനക്രമം
പാലിക്കുന്നു, ആരാധനക്രമങ്ങൾ പാലിക്കുന്നു, ശുശ്രൂഷകളിലെ ഐകരൂപ്യം നല്ലതാണ്, ഒരു സംശയമില്ല. ഒറ്റക്കെട്ടായിട്ട് ഏക മനസ്സോടെ എല്ലാ അർത്ഥത്തിലും ആത്മീയത അതിന്റെ ആ ഒരു എന്താ പറയുക ഏകതയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നതും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അത് നടത്തുന്നതും പ്രയോഗിക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതും ഒക്കെ വളരെ നല്ലത് തന്നെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? അത് നടപ്പാക്കാനുള്ള ഒരു ഐകരൂപ്യം അല്ലെങ്കിൽ ആ ഒരു ഐക്യം സഭയിൽ ഉണ്ടാകുന്നില്ല. ഇവിടെ 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുള്ള ഒരു വലിയ ഇടവക ഐക്യം ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ എനിക്ക് തോന്നുന്നത് താമരശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റാണെങ്കിൽ തിരുത്തണം. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഒരു ഉയർന്നു വരുന്ന ഒരു രീതി സഭയുടെ പൊതുവായ നേതൃത്വത്തെ ധിക്കരിക്കുന്നതാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ടുള്ള സമരം നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ കൂടി പിന്തുണയിലാണ്. പൊതുവെ സഭ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ പലപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപത വേറിട്ട് നിൽക്കുന്നുണ്ട്. കുറെ കൂടി സെക്യുലറാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് തോന്നിപ്പിക്കുന്നതാണ് അവിടുത്തെ വൈദികരുടെയും വിശ്വാസികളുടെ പോലും നിലപാടുകൾ. അങ്ങനെ ഒരു രാഷ്ട്രീയമായ കാരണഭിന്നതയ്ക്ക് പിന്നിലുണ്ടോ ജോർജ് കുടിപ്പാർ? തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പൊ റിജു കാഞ്ഞിക്കാരൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ യുക്തിസഹമാണെന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് സഭയ്ക്ക് കോട്ടയത്തൊരു അതിരൂപത, ജ്ഞാനായ രൂപത, അവര് സാധാരണഗതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത പല മാമൂലുകളും പിന്തുടരുന്ന രക്തശുദ്ധി പോലുള്ള ഈ കാലത്തിന് നിരക്കാത്ത പലതും പാലിക്കുക? കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ജ്ഞാനായ രൂപതയ്ക്ക് പുറത്തൊരു യുവാവോ യുവതിയോ കല്യാണം കഴിച്ചാൽ ഉടനെ ആ കുടുംബം തന്നെ സഭയ്ക്ക് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിലും സഭയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ. അവരും സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലുള്ള ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ പറഞ്ഞ കൽതായവൽക്കരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെയോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെയോ ഒരു വാശിക്ക് വഴങ്ങാതെ സ്വന്തം ഐഡന്റിറ്റി, എന്തൊക്കെ പറഞ്ഞാൽ ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് ഈ എത്രയോ കാലമായിട്ട് ഈ പറഞ്ഞ 50-60 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇത്രയും കാലം അത് നടത്തിയിട്ട് ഈ സഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കുഴപ്പം പറ്റിയതായിട്ടോ നമുക്ക് അറിയില്ല. മാത്രമല്ല അത് കുറെ കൂടി ജനത്തിന് കുറെ കൂടി കാർമ്മികത്വമുള്ള അല്ലെങ്കിൽ പങ്കുള്ള ഒരു സംഭവമാണ് എന്ന് കരുതി അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്ന് ഇപ്പോഴത്തെ ഈ കുർബാനയിൽ തന്നെ ഈ സീനഡ് കുർബാനയിൽ ആ തുടക്കത്തിലും ഒടുക്കത്തിലും ഈ പറഞ്ഞ ജനാഭിമുഖമായിട്ട കർമ്മങ്ങൾ ശുശ്രൂഷകളുണ്ട്. ഒരു മധ്യഭാഗത്തെ പ്രധാന ഭാഗങ്ങളിലാണ് ഈ ആൾക്കാരഭിമുഖമായിട്ട്. അത് പാലിച്ചാൽ ഉടനെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലൊക്കെ അല്ലെങ്കിൽ മറ്റു രൂപതകളിലുള്ള വിശ്വാസികളൊക്കെ ഇത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ ആ കുർബാനയുടെ ഭാഗമായി ആത്മീയ സാക്ഷാത്കാരം നേടുന്നുണ്ട്. പക്ഷെ എറണാകുളത്തുകാർക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ, അവരിൽ മഹാഭൂരിപക്ഷവും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ, ഒരുപക്ഷെ അവരുടെ സെന്റിമെന്റ്സും അവരുടെ പാരമ്പര്യവും അവർ ഇതുവരെ ഉൾക്കൊണ്ട ആ ഒരു ജോർജ് കുടിപ്പാറ റിജു ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ജോർജ് കുടിപ്പാറ, ഈ കുർബാനയല്ല പ്രശ്നം, അത് റിജുവിന്റെ വാക്കുകൾ കൂടിയുണ്ട്. കുർബാനയല്ല പ്രശ്നം. അവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ അനുസൃതമായ പ്രാതിനിധ്യം സിനഡിൽ അവർക്കില്ല. അവരുടെ കാര്യങ്ങൾ അവരല്ല തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരറിഞ്ഞല്ല തീരുമാനിക്കപ്പെടുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊരു ബോധം അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്കുണ്ട് എന്നാണ് റിജുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നോടാണോ? അതെ, എന്നോടാണോ ചോദിക്കുന്നത്? അതെ അതെ ഹലോ, അതെ ജോർജ് പൊടിപ്പാറ പറയൂ. ജോർജ് സാർ പറയൂ. ഇത് കുറെ കാലമായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പൊ ആ ഭൂമി ഇടപാടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പല കാര്യങ്ങള്, അതായത് ഇത് ഒരു ഒറ്റ സിംഗിൾ പോയിന്റ് സംഭവമല്ല. ഈ ചങ്ങനാശ്ശേരി അതിരൂപത അവരുടെ ഒരു ശക്തി ഉപയോഗിച്ച്, അവരുടെ ഒരു സംവിധാനം ഉപയോഗിച്ച് മറ്റു രൂപതകളെയും രൂപതാധ്യക്ഷന്മാരെയും ഒക്കെ തങ്ങളുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് തങ്ങളുടെ അഭീഷ്ടത്തിന് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക്, തങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇതുവരെയുള്ള ആത്മീയ അനുഭവങ്ങൾക്കും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ട്. ആ തോന്നലിൽ അവർക്കുള്ളതാണ് ഈ തൊടുന്നതെല്ലാം. പറയാറുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത ഇത് തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് സതുദ്ദേശത്തോടു കൂടി ചെയ്താലും ആ ഉദ്ദേശശുദ്ധിയെ ഉൾക്കൊള്ളാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കഴിയുന്നില്ല. കാരണം കാലങ്ങളായിട്ട് അവർ കണ്ടത് തങ്ങളെ ഈ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു താല്പര്യം വളർത്തിയെടുക്കുന്ന, ബോധപൂർവം ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത് അവരുടെ ഉള്ളിലുണ്ട്. അതാണ് പ്രശ്നം. ഒറ്റ കാര്യം കൂടി, ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭീഷ്ടം
അഭീഷ്ടം സഭയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തോന്നൽ ഇവർക്കുണ്ടാവുന്നു. ശരി, തൃശ്ശൂർ അതിരൂപത കുറെ കൂടി ശക്തമാണല്ലോ, അവരുടെ നിലപാടെന്താണ്? തൃശ്ശൂർ അതിരൂപതയിലും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ കുറെ വൈദികര് ഈ പറഞ്ഞ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അവർ അരമനയിൽ ചില സത്യാഗ്രഹങ്ങളൊക്കെ നടത്തിയെന്ന് നമുക്കറിയാം. ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. പക്ഷെ അവിടെ അന്നത്തെ നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ഇപ്പൊ CBCയുടെ അധ്യക്ഷനാണ്, അദ്ദേഹം അത് വളരെ ശക്തമായി നേരിട്ടു. അത് ഒരുപാടങ്ങ് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം മഹാഭൂരിപക്ഷം വൈദികരും ഈ അൾത്താരാഭിമുഖ കുർബാനയോടും അത് ഈ പുതിയ സീനഡ് കുർബാനയോടും വിശ്വാസികൾക്കും ആ കുർബാന കാണുകയല്ലേ വേണ്ടു, ഈ ശാഠ്യങ്ങളല്ലല്ലോ, നമ്മളൊരു അനുസരണയുള്ള സമൂഹം അല്ലേ എന്നുള്ള നിലയ്ക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോടുള്ള ആ ഒരു എവേർഷനൊക്കെ മാറുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ പറയുന്നു കുറെ കൂടി കൂടുതൽ വൈദികര് ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായിട്ടുള്ള, ഇപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. ചിലരെങ്കിലും അതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ റിജു കാഞ്ഞിക്കാരൻ പറഞ്ഞ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ഈ സീനഡ് കുർബാന കേരളത്തിലെ ഈ 34 രൂപതയിലും ഏകീകൃത കുർബാനയിലെ സീനഡ് കുർബാനയൊന്നും അല്ല അർപ്പിക്കപ്പെടുന്നത്. അവിടെ തന്നെ ചങ്ങനാശ്ശേരിയിലോ പാലായിലോ അർപ്പിക്കപ്പെടുന്ന രീതിയിലല്ല പല രൂപതകളിലും ഈ സീനഡ് കുർബാന അർപ്പിക്കുന്നത്. വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി സമയം കൊടുത്ത് അവരെ കുറെ കൂടി ഉൾക്കൊണ്ട് അവരുടെ ഇതൊരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥയാണ്, മാർപ്പാപ്പയുടെ തീരുമാനമാണ്, പൊന്തിഫിക്കൽ ഡെലിഗേഷന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മാറ്റം പറ്റില്ല. കാരണം ഇതൊരു അനിവാര്യതയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടി ക്ഷമയും കാലവും ഒക്കെ കൊടുക്കണം. അതല്ലേ ഒരു എന്താ പറയാ, കത്തോലിക്ക സഭ പോലുള്ള ക്രിസ്ത്യാനിറ്റി തന്നെ അത് തന്നെയാണ് ജനാധിപത്യപരമായ രീതി. ശ്രീ ജോർജ് കൂടി പറഞ്ഞു. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഈ സിറോ മലബാർ സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. വളരെ തീവ്രമാണ് അവരുടെ പല നിലപാടുകളും. അവർ ഇന്ന് ഈ തർക്കത്തെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റോ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയുമായുള്ള ബന്ധമാണെന്നൊക്കെയാണ്. സാധാരണ അത് രാഷ്ട്രീയക്കാരാണ് അത്ര പറയാറ്. ഈ UDF-നെതിരെ LDF ഒക്കെ പറയാറുണ്ട്. സഭയ്ക്കകത്ത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നൊക്കെയാണ് കാസ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാസ ഏതായാലും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് എതിരാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ റിജു കാഞ്ഞുകാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഏറ്റവും അംഗസംഖ്യയുള്ള ഏറ്റവും അംഗബലമുള്ള ഒരു അതിരൂപതയെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ മേൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവരെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണോ ഈ നടക്കുന്നത് എന്ന് തോന്നിപ്പോയില്ലേ? ഞാൻ ഈ റിജു കാഞ്ഞിക്കാരൻ്റെ കാഞ്ഞ ബുദ്ധിയെ ഞാൻ മാനിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അറിവ് എനിക്കില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റുകൾ തിരുത്തേണ്ടത് എൻ്റെ ബാധ്യതയായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യം അത് പറഞ്ഞ ശേഷം താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ 6 ലക്ഷം പേർ അവിടെ ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിക്കുക. ഞാൻ മനസ്സിലാക്കിയത് 5 ലക്ഷം സമൂഹമേ അവിടെ ഉള്ളെന്നാണ്. 6 ലക്ഷം എന്നാണ് പറഞ്ഞത്. ഈ 6 ലക്ഷം എന്ന് പറയുന്നത് 46 ലക്ഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ വിദേശത്തുള്ള മലയാളികളെ കൂട്ടാതെ, വിദേശത്തുള്ള രൂപതകളെ കൂട്ടാതെ കേരളത്തിൽ മാത്രം 35 രൂപതകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിൽ 13 രൂപതകളേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ വെളിയിലും വിദേശത്തുമായിട്ടാണ് 34-35 രൂപതകൾ കിടക്കുന്നത്. ഈ അതിനകത്ത് ഇദ്ദേഹം വലിയൊരു നമ്പറായിട്ട് കൊണ്ടുവരുന്നത് ഈ 6 ലക്ഷം അവിടെ ഉണ്ടെന്ന്. ബാക്കിയുള്ള 40 ലക്ഷം ആളുകൾ അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ പോലും ഈ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അവരിതിനെ അംഗീകരിക്കണമെന്ന് തിരിച്ചറിയണം. അതൊരു കാര്യം. രണ്ടാമത്തത്, മാർപ്പാപ്പയ്ക്ക് ഒരു അധികാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ റൂബ്രിക്സ് ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ചേർത്തിരുന്നു എന്ന്. ഇതൊക്കെ ചർച്ചയുടെ 99 തുടങ്ങിയതാണ് ഈ ചർച്ചകൾ. ഇന്ന് 2025 25, 24, 25 എത്തിക്കഴിഞ്ഞു. 26 വർഷമായി. ഈ 26 വർഷത്തിന് അനേകം ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾക്കിടയിൽ വന്നത് എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് അവസാനം എന്തടങ്ങുന്നത്? അവസാനം മാർപ്പാപ്പയുടെ 2 സർക്കുലർ ഇറങ്ങി. ആ 2 സർക്കുലറിലും സിറോ മലബാർ സഭ എന്ന് പറയുന്ന ഈ പൗരിസ്റ്റ സഭയ്ക്ക് അവർക്കുള്ള അധികാരമനുസരിച്ച് സിനിമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അത് അംഗീകരിക്കുകയും സിറോ മലബാർ സഭയിൽ അത് ഔദ്യോഗിക കുർബാനയായിട്ട് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് 2 സർക്കുലർ ഇറങ്ങി. അപ്പോഴും ഇവർ വാദിച്ചുകൊണ്ടിരുന്നു അത് മാർപ്പാപ്പയുടെ സ്വാധീനിച്ചതാണെന്ന്. അവസാനം മാർപ്പാപ്പ തന്നെ അസാധാരണമായ വിധത്തിൽ ഒരു വീഡിയോ മെസ്സേജിലൂടെ കൃത്യമായിട്ട് അദ്ദേഹം പുറപ്പെടുവിച്ചു. അതായത് സിറോ മലബാർ സഭയുടെ ഈ കുർബാനക്രമം, ഈ ഔദ്യോഗിക കുർബാനക്രമം എല്ലാ രൂപതകളും പാലിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. മാർപ്പാപ്പയെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണമെന്ന് മാർപ്പാപ്പ വീഡിയോ ഇറക്കി. അതിനുശേഷം അദ്ദേഹം പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലാവശ്യമില്ല. പിന്നെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏകമാണ് സഭ എന്ന് പറഞ്ഞു. വിശ്വാസ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് കാഞ്ഞൂക്കാരനുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാഞ്ഞ ബുദ്ധിക്കുണ്ടെങ്കിൽ അദ്ദേഹം സഭ ഏകമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ചോദിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ
കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട്. ആ 7 കൂദാശ വേണ്ടെന്ന് ഒരു രൂപതയിലുള്ള ആളുകളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ലോജിക്കുള്ളത്? അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ടാണ് സഭയുടെ പരമാധികാരമായിട്ടുള്ള സിനഡ് ഉള്ളത്. ആ സിനഡിൻ്റെ ചർച്ച ചെയ്തിട്ട് പിതാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. അത്തരം അംഗീകാരം ലഭിച്ച കാര്യങ്ങളാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സഭയിലെടുത്താലും വിശ്വാസ കാര്യങ്ങളിൽ, അത് സീറോ മലബാർ സഭ എടുത്താലും ലത്തീൻ സഭ എടുത്താലും വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യത്യാസമില്ല. അത് ഏകദൈവം എന്നുള്ള വിശ്വാസവും ത്രിത്വത്തിലുള്ള വിശ്വാസവും വിശ്വാസപ്രമാണത്തിലുള്ള വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതിനൊന്നും തർക്കമില്ല. ഇവിടെ കുർബാന എന്ന് പറയുന്നത് ഈ പറയുന്ന സഭയുടെ ഏറ്റവും അത്യുച്ചത്തിൽ നിൽക്കുന്ന സ്ഥായിയായ ആരാധനക്രമമാണ്. അത് അതിൻ്റെ സമ്മിറ്റാണ്. അതിനെയാണ് ഇവിടെ കുറച്ച് ആളുകൾ കൂടി എതിർക്കുന്നത്. ഈ ആളുകൾ 60 കൊല്ലത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് 2025 കൊല്ലത്തെ പാരമ്പര്യത്തെയാണ് തള്ളിക്കളയാൻ നോക്കുന്നത്. 60 കൊല്ലം ഇവരിങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന ചേഞ്ചസിനെ അംഗീകരിക്കാനും സഭാ നേതൃത്വം പറയുന്നത് അംഗീകരിക്കാനും തയ്യാറാകണം. എത്ര വൈദികർക്ക്, ഞാൻ ചോദിക്കുകയാണ്, എത്ര വൈദികർക്ക് വിശ്വാസ പ്രമാണങ്ങൾ മാറ്റി എഴുതാനുള്ള അധികാരമുണ്ട്? എത്ര വൈദികർക്ക് സഭയുടെ ഔദ്യോഗിക തീരുമാനമനുസരിച്ച് മാർപ്പാപ്പ ഇറക്കുന്ന ഉത്തരവിനെ ലംഘിക്കാൻ അധികാരമുണ്ട്? ഇവർ സത്യപ്രതിജ്ഞ ചെയ്താണ് പൗരോഹിത്യം ഏറ്റെടുക്കുന്നത്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഗ്രാഹ്യവും അഗ്രാഹ്യവുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന്. ഈ അനുസരണമാണോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കണ്ടത്? അതായത് ബോസ്കോ പിതാവ് എന്ന് പറഞ്ഞ പിതാവ് സഭാസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ അതിക്രമിച്ച് കയറി യഥാർത്ഥ വഴികളിലൂടെ അല്ലാതെ അടുത്ത കെട്ടിടത്തിലെ വഴികളിലൂടെ അവിടുത്തെ നൈപുണ്യം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് റൂം തുറന്ന് കയറുക, അതുപോലെ തന്നെ അവിടുത്തെ കടകളിലൂടെ കയറുക, അതിനുള്ളിൽ പ്രവേശിക്കുക, എന്നിട്ട് അവിടെയുള്ള കൂരിയാംഗങ്ങളെല്ലാം ബന്ദികളാക്കി വെക്കുക, അവരുടെ മൗലികാവകാശങ്ങളെല്ലാം ഹിംസിക്കുക, അതിനുശേഷം അവരുടെ ഭക്ഷണം പോലും നിഷേധിക്കുക, അവിടെ പൂട്ടിയിടുക, അതിനുശേഷം പ്രാർത്ഥന എന്ന പേരിൽ വൈദികർ അവിടെ തമ്പടിക്കുക. ഈ വൈദികർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഇടവകളും ഇടവക സമൂഹത്തിലുമാണ് അവർ പ്രാർത്ഥനായജ്ഞം നടത്തേണ്ടത്. അവിടെയാണ് പോയിട്ട് അവർ ചെയ്യേണ്ടത്. ഇവർ ബിഷപ്പ് ഹൗസിൽ വന്ന് തമ്പടിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ബിഷപ്പ് ഹൗസിലേക്ക് വരാൻ അവർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിൻ്റെ വഴിയിലൂടെ വരണം. വളഞ്ഞ വഴിയിലൂടെ അവിടെ പ്രവേശിച്ച് തോന്നിയാസം കാണിച്ചിട്ട് പോലീസ് അവിടുന്ന് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള നിഷേധങ്ങൾ ഒഴിവാക്കണം, അവിടെ താമസിക്കുന്ന ആളുകളുടെ മൗലികാവകാശങ്ങളെ ധ്വംസിക്കരുതെന്ന് പറഞ്ഞു. അനുസരിച്ചില്ല. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്നിട്ട് അവരോട് പല പ്രാവശ്യം ചർച്ച നടത്തി. 21 വൈദികർ അംഗീകരിച്ചില്ല. അതിനുശേഷം അവരെ അവിടെ നീക്കാൻ, ക്രമസമാധാന പ്രശ്നമായി മാറുമ്പോൾ അവരെ അവിടെ നീക്കം ചെയ്യാനായിട്ട് പോലീസ് പരിശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പോലീസിന്റെ മേൽ ആവശ്യമില്ലാത്ത ആക്രോശിക്കുന്നു. ഇതൊക്കെയാണ് ആരാധനക്രമം. ഇതിനെയാണോ സെക്യുലറിസം എന്ന് പറയുക? ഇതാണോ സീറോ മലബാർ സഭയിലെ അങ്കമാലി അതല്ലല്ലോ നമ്മൾ കാണിക്കേണ്ട മര്യാദ? കുർബാന തർക്കത്തിനപ്പുറം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താല്പര്യങ്ങൾ സിനഡിൽ സംരക്ഷിക്കപ്പെടുന്നില്ല, അവർക്കതിൽ പ്രാതിനിധ്യമില്ല. അതൊരു വാലിഡ് പോയിന്റ് അല്ല അവരുടെ ആരോപണം. ഞാൻ ചോദിക്കുന്നത്, ഈ 55 പിതാക്കന്മാരുള്ള എല്ലാ പിതാക്കന്മാരും ഏതാനും ചില രൂപതകളിൽ പിതാക്കന്മാരില്ലാത്ത രൂപതകളുണ്ട്. അവിടുന്ന് പിതാക്കന്മാരെ ഇല്ല. അതുകൊണ്ട് എന്താ നിങ്ങൾ പറയുന്നത്? അവിടുന്ന് ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ ഇപ്പോൾ എത്ര പിതാക്കന്മാർ ഇതിനോടകം വന്നു കഴിഞ്ഞു? താങ്കൾ മനസ്സിലാക്കുക. ആദ്യം ആലഞ്ചേരി പിതാവ് ഉണ്ടായിരുന്നു, അതിനെതിരെ സമരം ചെയ്തു. ആൻഡ്രൂസ് പിതാവ് വന്നു, അതിനെതിരെ സമരം ചെയ്തു. കരിയിൽ പിതാവ് വന്നു, അപ്പോഴും പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ അവസാനം ബോസ്കോ പിതാവ് വന്നു, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നു. അപ്പോൾ പിതാക്കന്മാരെ അല്ലെങ്കിൽ മെത്രാന്മാരെ, അധികാരത്തെ, കാനൂനിലെ അനുസരിച്ചുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഗുണ്ടായിസം കാണിക്കുന്ന സിനഡിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ആളുകൾ വേണ്ടേ? അതിൽ ഉറപ്പാക്കേണ്ട. അതൊരു വലിയ അതിരൂപതയല്ലേ? എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്ന് ആളുകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രൂപതകളിൽ നിന്നും ആളുകളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലം ഉണ്ടാവില്ല. ഓരോ കാലഘട്ടത്തിലും അതിന്റെ ക്രമാനുഗതമായ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ആളുകൾ വരിക. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ രാജ്യത്തിന്റെ രാജ്യസഭയിൽ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP യിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാതിരിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിരിക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങൾ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. എറണാകുളം അങ്കമാലി രൂപതയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം. അതാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം. എറണാകുളം അങ്കമാലി രൂപയുടെ അവിടുത്തെ കാര്യാലയം എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമാണ്. പിന്നെ അതിനപ്പുറത്ത് ആരെയാണ് അവർക്ക് വേണ്ടത്? ഈ സഭയുടെ ആസ്ഥാനം ഒരു കെട്ടിടമല്ലേ? ആസ്ഥാന കാര്യാലയം ആസ്ഥാനം എന്ന് പറയുന്നത് ഒരു കെട്ടിടമാണ്. അതർവൈസ് വ്യക്തികളാണല്ലോ തീരുമാനം എടുക്കുന്നത്. അല്ല, ഈ ആസ്ഥാനത്തിരിക്കുന്ന പരമാധികാരി മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ഈ സീറോ മലബാറുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി രൂപത. ഞങ്ങൾക്ക് അറിയാൻ മേലെ ഞങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം വേണമെന്ന്.
അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ചെയ്ത് പോയിക്കൂടെ? അതിലല്ലല്ലോ ഇവിടെ കാര്യമുള്ളത്. മറിച്ച് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്താണ് അൽമായർ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അച്ഛന്മാർ പറയുന്നത് എന്നുള്ളതിലല്ല ചോദ്യം പ്രസക്തി. മറിച്ച് അത് സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളുമാണ് അനുസരിക്കാൻ ഇവർ ബാധ്യസ്ഥരായിട്ടുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അതിലാണ് ഇവിടെ തർക്കം. അതിനെതിരെയാണ് ബഹളം. അല്ലാണ്ട് എറണാകുളം മംഗാതിരൂപതയ്ക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയം വേറെ ചർച്ച ചെയ്യാം. കുർബാന അർപ്പിക്കുന്ന കേസിൽ കുർബാനയെ അവഹേളിക്കുന്ന വിധത്തിൽ വൈദികര് പെരുമാറുകയും പൊതുസമൂഹത്തിലേക്ക് അതിനെ വലിച്ചിഴച്ചുകൊണ്ട് ആ തരത്തിൽ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം. ശരി ഡോക്ടർ സാബ്, അങ്ങയുടെ പോയിന്റ് ക്ലിയർ ആണ്. റിജു കാഞ്ഞുകാരൻ, ഇത് നിങ്ങളൊരു സഭയെ, ഒരു ക്രൈസ്തവ സഭയെ, കത്തോലിക്ക സഭയെ ജനാധിപത്യവൽക്കരിക്കാനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ആ പണി വേറെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ പ്രശ്നം സിനഡിൽ നിങ്ങളുടെ ഭാഗം പ്രതിനിധീകരിക്കുന്ന ആളുകളില്ല, നിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എങ്കിൽ കുർബാന തർക്കത്തിൽ ഇടപെടുകയാണോ വേണ്ടതല്ല സിനഡിനെ ജനാധിപത്യവൽക്കരിക്കുകയാണോ വേണ്ടത്? ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഇന്ന് ഈ കാസയൊക്കെ പറയുന്നത് നിങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ്. അങ്ങനെ ഒരു ആരോപണം വരാനുള്ള കാരണം എന്താണ്? ജിംസെ, അത് ആ വിഷയത്തിലേക്ക് പോകാം. പറയുന്നത് കുഴപ്പമില്ല, എനിക്ക് സമയം തന്നാൽ മതി. ഞാൻ ഇദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് ആ പേര് എഴുതി കാണിക്കുന്നതിന് അതിനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിന് കാണിക്കാൻ പറയൂ കേട്ടോ. അല്പൊടി ക്വാളിറ്റിയിലൊക്കെ സംസാരിക്കും, ഒരു ഡോക്ടറല്ലേ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം എന്താണ്? എറണാകുളം അതിരൂപതയിൽ എന്താണ് നടക്കുന്നത്? ഏത് രൂപതക്കാരനാണ് ഇദ്ദേഹം? ഞാൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയോ? റിജു സമ്മതിക്കില്ല. അയാളോട് ഉണ്ടായിരിക്കാൻ പറയും. റിജു ഞാൻ പറയുന്നത് കേൾക്കും. റിജു ഒരു നിമിഷം. റിജു എറണാകുളത്തുള്ള ആളാണ്, ഡോക്ടർ ചാക്കോ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്. നിങ്ങൾ പരസ്പരം അറിയില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയോ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിങ്ങൾ ചോദിച്ചത് ശരിയല്ല. റിജു ആ വിഷയത്തിന്റെ മെറിറ്റിൽ സംസാരിക്കും പ്ലീസ്. താൻ എന്നോട് പറയണത് റിജു എന്നോട് സംസാരിക്കും പ്ലീസ്. നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല പ്ലീസ്. ഞാൻ പറയുന്ന ഇവിടുത്തെ അജിംസിനോടാണ്. അജിംസ് അത് തിരുത്തണം. ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിജു നിങ്ങൾ പോയിന്റിലേക്ക് വരൂ. റിജു പ്ലീസ്. എന്റെ ഡോക്ടറേറ്റിന് മാർക്കിടാൻ വന്നിരിക്കുന്ന ആളാണോ? ശരി, ഡോക്ടർ ചാക്കോ പ്ലീസ് റിജു ഒന്ന് സംസാരിക്കട്ടെ. റിജു ആ പോയിന്റിലേക്ക് വരൂ. ഞാൻ ചോദിക്കും അജിംസ് ഇതിന് അല്ല ഡോക്ടർ ചാക്കോ, ഞാൻ ആ കാര്യമാണ് റിജുവിനെ ചൂണ്ടിക്കാട്ടി. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ആളുകളല്ല, പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം. ഒന്ന് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവാണ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ആ ഒരു പൊസിഷൻ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. നിലപാടുകൾ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റിലേക്ക് വരൂ. റിജു പ്ലീസ്. അജിംസെ, ഞാൻ അദ്ദേഹം സംസാരിച്ച ഒരു സമയത്ത് ഞാൻ മിണ്ടിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറണാകുളം അതിരൂപതയുടെ പ്രശ്നം എന്താണെന്നും കാര്യം എന്താണെന്നും അറിയാതെ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞു. വിശ്വാസ പ്രമാണം എന്നൊരു സ്ഥാനത്ത് വിശ്വാസ പ്രമാണം എന്നൊരു ഞങ്ങളുടെ പ്രയറുണ്ട്. അത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആരാധനക്രമത്തിൽപ്പെടുന്ന ഒരു ഭാഗമാണ് വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം പോലും ഇവർക്ക് ഇഷ്ടമുള്ള പോലെ തിരുത്തി ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കാലത്തായ രൂപത. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ്. കുർബാന ടെക്സ്റ്റിലും ഞങ്ങൾ ചെറുപ്പം പഠിച്ച് വളർന്നു അങ്ങനെയാണ്. പക്ഷെ ഇവർ പറയുന്നത് പുത്രനെ ഇവർ വെട്ടി, പുത്രനെ ഇവർക്ക് വേണ്ട, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. ഇവിടെ ഞാൻ വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഇവർക്ക് തോന്നിയ രീതിയിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സിറോ മലബാർ സഭയുടെ തന്നെ ഈ ചങ്ങനാശ്ശേരി മേലെയുള്ള മെത്രാന്മാരുടെ ഡ്രസ്സുകൾ, ഒരു ചട്ടിത്തൊപ്പി, ഒരു കറുത്ത ഗൗൺ, ഇത്രയും കാലം അവരൊന്നും അങ്ങനെ ഇട്ടുണ്ടായിരുന്നില്ല. ബട്ട് സുപ്രഭാതത്തിലാണ് അവർ ഓർത്തഡോക്സ്യൻ ശൈലിയിലേക്ക് എല്ലാവരും മാറ്റി കൊണ്ടുവരികയാണ്. ഇതിനൊന്നും ഒരു സിനഡും അംഗീകാരം കൊടുത്തിട്ടില്ല. സിനഡിലെ മെത്രാന്മാരുമായി ഞാൻ സംസാരിച്ചു. മെത്രാന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സുകൾ മാറുന്നത്, എന്തുകൊണ്ടാണ് ഇവരുടെ തൊപ്പികൾ മാറുന്നത്, എന്തുകൊണ്ടാണ് ഇവരുടെ ആരാധന ഒരു കുരിശ് പിടിക്കുക, കുരിശിൻ്റെ കീഴിൽ ഒരു തുവാലിടുക, ഇങ്ങനെ പുതിയ ശൈലികൾ ഇവർ കൊണ്ടുവരുന്നു. ഇവരുടെ പള്ളികളിൽ മുഴുവൻ കട്ടൻ അടിച്ചു വെച്ചിരിക്കുന്നു, ക്രൂശിത രൂപങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നു, സക്രാരി എടുത്ത് മാറ്റിയിരിക്കുന്നു. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മലയാളമുണ്ട്. അതായത് സിറിയൻ പാരമ്പര്യത്തിലേക്ക് കൂടുതൽ അവർ മടങ്ങുന്നു, നിങ്ങൾ അതിന് തയ്യാറല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി നിങ്ങൾ ലത്തീൻ സഭയോട് അടുത്തു വരുന്നു, അവരാകട്ടെ ഓർത്തഡോക്സ് സഭയിലേക്ക് അടുത്തു പോകുന്നു. ഇത് വളരെ ലളിതമാണ്. ഞാൻ ലത്തീൻ സഭയിൽ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം?
കത്തോലിക്ക സഭയുടെ അടിസ്ഥാന മാർപ്പാപ്പയുടെ കീഴിലേക്ക് വരുന്നു. ഇവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പിന്നെ എറണാകുളം അതിരൂപതയുടെ ആസ്ഥാനം എറണാകുളത്താണ്, എറണാകുളം അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളത്താണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചങ്ങനാശ്ശേരി രൂപം കൊണ്ടിട്ട് എറണാകുളം രൂപം കൊണ്ടപ്പോൾ തന്നെ രൂപം കൊണ്ടതാണ്. 131 വർഷമായി. ഇന്നേ വരെ ചങ്ങനാശ്ശേരിക്കാരനല്ലാത്ത ഒരു മെത്രാനെ അവരെ വായിച്ചിട്ടില്ല. ആ രൂപത ഉണ്ടായ സമയത്ത് ആ രൂപതയിൽ ഉണ്ടായിരുന്ന കോട്ടയംകാരനായ കാനായ രൂപതക്കാരനായ ഒരു മെത്രാപ്പോലിത്തേക്ക് വെള്ളം പോലും കൊടുക്കാതെ, അദ്ദേഹത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ കൊല്ലുമെന്ന അവസ്ഥയിലാണ് അദ്ദേഹം അവർക്ക് വേറൊരു രൂപത മെത്രാൻ ചങ്ങനാശ്ശേരി, അതും കോട്ടയംകാരൻ തന്നെ, ചങ്ങനാശ്ശേരിക്കാരനായി മെത്രാൻ വരുന്നത്. ഈ 100 വർഷത്തിനിടയ്ക്ക് ഇന്നേ വരെ അവിടെ മറ്റൊരു രൂപത മെത്രാൻ ഉണ്ടായിട്ടില്ല. എറണാകുളം അതിരൂപത സ്ഥാപിച്ചപ്പോൾ മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരാണ്. പിന്നീട് ഞങ്ങൾക്ക് വന്ന 2 മെത്രാന്മാർ എറണാകുളം അതിരൂപതക്കാരായിരുന്നു. പിന്നീട് വീണ്ടും പടിയറ പിതാവ് വന്നപ്പോൾ വീണ്ടും ചങ്ങനാശ്ശേരിക്കാരൻ വന്നു. ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളുടെ പിതാവാണ് എന്ന് തോന്നൽ ഉളവാക്കുന്ന ചങ്ങനാശ്ശേരിക്കാരായ മുഴുവൻ പിതാക്കന്മാരെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കർദിനാൾ ആലഞ്ചേരി വന്ന് എറണാകുളം അതിരൂപതയുടെ അടിവേര് ഇളക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾ ഇനിയും എതിർക്കുന്നേ. എറണാകുളം അതിരൂപത അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇതിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അധിനിവേശം നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ചെറുത്ത് നിൽക്കും. സമയക്കുറവുണ്ട്. ചോദ്യം മറുപടി. ഈ കാസ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താണ്? ഈ കാസ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താണ്? റിജു, കുർബാനയുടെ വിഷയം ഞാൻ പറഞ്ഞില്ല എന്റെ സുഹൃത്തെ. കുർബാന താങ്കൾ 190 അല്ലെന്ന് നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഇടയ്ക്ക് പറയലേ 99 കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? 2021 കുർബാന നടപ്പാക്കിയപ്പോഴുള്ള സിനഡിലെ ന്യൂസിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ 2-3 വർഷം മുമ്പ് കുർബാന നടപ്പാക്കുന്ന സമയത്തുണ്ടായ സിനഡിലുണ്ടായ തീരുമാനമാണ് പറഞ്ഞത്. മാർപ്പാപ്പ അംഗീകരിച്ചു വന്ന ടെക്സ്റ്റ് 99 സമർപ്പിച്ചിട്ട് 21 വർഷം കഴിഞ്ഞ് 2021 തിരിച്ചു വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ താങ്കൾ പഠിക്കണം. 2021 20 വർഷം. എനിക്ക് സമയക്കുറവുണ്ടാവുകൊണ്ടാണ് എന്റെ ചോദ്യത്തിലേക്ക് വന്നത്. അതിൽ ഒരു നിമിഷം റിജു, ഈ കാസ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുരോഹിതർക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് എറണാകുളം അതിരൂപതയുടെ നിലപാടുകൾ സെക്യുലർ ആയപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമി, ഫ്രാങ്കോയുടെ കേസിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ വന്നപ്പോൾ അത് SDPI അതൊക്കെ പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ. ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്ത് CBCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് കൊടുത്തൊരു ലെറ്റർ, അതിൽ ഇവിടെ വിദേശ ഫണ്ടിങ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങൾ അത് വെച്ചാണ്. എറണാകുളം അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികളുണ്ട്. ഞങ്ങൾ 1 രൂപ വെച്ചെടുത്താൽ ഞങ്ങൾക്കൊരു പരിപാടി നടത്താം. ഞങ്ങൾക്ക് ഒരു SDPIയും ഒരു ജമാഅത്തെ ഇസ്ലാമിയും വേണ്ട. അവരുടെ പരിപാടികളുമായി ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന് ഒരു മെത്രാൻ പറഞ്ഞുവെന്നോ? മെത്രാൻ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ആൻഡ്രൂസ് താഴത്ത് വിദേശ ഫണ്ടല്ല, മത തീവ്രവാദികളുടെ ഇത് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന്. മതത്തെ അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് കൃത്യമായി എഴുതി റെഡിയാക്കി മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ച സാധനം ലീക്കായി പുറത്തു വന്നു. അത് സിനഡിൽ ചോദ്യം ചെയ്തു. അദ്ദേഹം സിനഡിൽ മാപ്പ് പറഞ്ഞു. ഞാൻ അത് ആ രീതിയിലല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായ സംഭവം. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ എറണാകുളം അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനം നഷ്ടപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആലഞ്ചേരിയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനം നഷ്ടപ്പെട്ടത്. റൂട്ട് ക്ലിയർ ആണ്. ശ്രീ ജോർജ് പുടിപ്പാറ, എനിക്ക് സമയക്കുറവുണ്ടാവുകൊണ്ടാണ്. ജോർജ് പുടിപ്പാറ, അതായത് സിറോ മലബാർ സഭാ നേതൃത്വവുമായി RSS എത്രയോ വർഷമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന കാര്യത്തിൽ തന്നെ പലതരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത സ്റ്റാൻഡ് എലോൺ ആയിട്ട് നിൽക്കുന്നത്. അവർ ഇപ്പോൾ റിജു പറയുന്ന പോലെ തന്നെ അവരുടെ കുറേ കൂടി സെക്യുലർ നിലപാടാണ്, എല്ലാവരുമായി ഒരുമിച്ച് പോകുന്ന നിലപാടാണ്, സംഘപരിവാറിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ്. ഈ രാഷ്ട്രീയം ഈ പ്രശ്നത്തെ കൂടുതൽ കലുഷിതമാക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആരോപണം, ഈ കാസ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് സഭയുടെ ഒരു സംഘടനയായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതിനകത്ത് ഈ മുസ്ലിം വിരോധം, ഒരു മുസ്ലിം ഫോബിയ, ആ വിരോധം വളർത്തിയെടുത്ത് അതിനെ മുതലെടുത്ത് ഒരു രാഷ്ട്രീയ നേട്ടമാക്കി BJPക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ മനസ്സിൽ ഈ മുസ്ലിം വിരോധമാണ് ഏറ്റവും അടിസ്ഥാന വികാരം. മുസ്ലിം വിരോധമാണ്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം, ക്രിസ്ത്യാനിക്ക് കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം തട്ടിയെടുക്കുന്നു. അതുകൊണ്ട് വെറുക്കപ്പെടേണ്ടവർ അവരാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണല്ലോ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഒക്കെ അങ്ങനെ പലതും നമ്മൾ കണ്ടതാണ്. അതൊന്നും അത്ര ക്ലച്ച് പിടിച്ചില്ല. പ്രത്യേകിച്ച് ഇനി പാലായിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ അങ്ങനെ ചില രൂപതകളിൽ കുറെ ആളുകൾ, ഈ കാസയുടെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൃശ്ശൂരിലേക്കും ഇരിഞ്ഞാലക്കുടയിലേക്കും പാലക്കാട്ടേക്കും താമരശ്ശേരിയിലേക്കും തലശ്ശേരിയിലേക്കും
ജോലിക്കൊക്കെ പോകുമ്പോൾ ഇത് അത്ര ക്ലച്ച് പിടിക്കുന്ന ഏർപ്പാടല്ല. അവർക്ക് കുറച്ചുകൂടി മുസ്ലിങ്ങൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത്. കുറെ കൂടി മുസ്ലിം ഹാർമണി, മുസ്ലിങ്ങളുമായിട്ടൊരു ഹാർമണിയിൽ പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന കത്തോലിക്ക വിശ്വാസികളാണ് അവിടെയുള്ളത് മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഈ പരിപ്പൊന്നും വേഗത്തില്ല, ഈ കാസയുടെ ഈ ഇതൊന്നും കാണത്തില്ല. പിന്നെ ഒന്നും അല്ലെങ്കിൽ വെടക്കാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നത് തീവ്രവാദികളിൽ നിന്നാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടാണ്, SDP ആയിട്ടാണ് ബന്ധം. നമുക്കറിയാമല്ലോ SDP വിളിച്ച മുദ്രാവാക്യം എന്താണ്? കുന്തിരിക്കം തരിതിക്കം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ സമൂഹത്തോട് അടുപ്പമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മുദ്രാവാക്യം വരും. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വേറെ ചില താല്പര്യങ്ങളോടെ ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് എനിക്കറിയില്ല, ചിലർക്കൊക്കെ ചില തൽപര കക്ഷികളുണ്ടാവും. ആ രീതിയിൽ ഇതിനെ കാണാതിരിക്കുന്നതാണ് അജിംസെ നല്ലത്. നമുക്ക് ഇതിനകത്തുള്ളത് ഈ ഒരു മുപ്പളമ തർക്കമാണ്. ചങ്ങനാശ്ശേരിയുടെ താല്പര്യങ്ങളാണോ വലുത്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ താല്പര്യങ്ങളാണോ? ആ താല്പര്യങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ അല്ല, എന്താ പറയാ, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എത്രയോ പതിറ്റാണ്ടുകൾ, ഒരുപക്ഷെ നൂറ്റാണ്ടായിട്ടുള്ളത് തർക്കം തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നുപെട്ടിരിക്കുന്നത് ഈ ആരാധന ആണെന്ന് മാത്രം, ലിറ്റർജി ആണെന്ന് മാത്രം. പക്ഷെ അതിന് മുമ്പേ തുടങ്ങിയ തർക്കമാണ്. ഈ കൽദായവൽക്കരണത്തെ പണ്ട് മുതലേ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാറാക്കാട് തിരുമേനി ഒരു ഘട്ടത്തില് ഭാരതീയവൽക്കരണമൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ അതും എവിടെയും ക്ലച്ച് പിടിക്കാതെ പോയി, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഘട്ടത്തിൽ അങ്ങ് തള്ളിപ്പോയി. ഇപ്പോഴും എറണാകുളംകാർക്ക് ഇതിനകത്തൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികൾക്കും എന്തുകൊണ്ട് ഈ അൾത്താരാഭിമുഖ കുർബാന അല്ലെങ്കിൽ സിനഡ് തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവരുടെ മനസ്സിലുള്ള എന്ത് വികാരമാണ്? ആ വികാരത്തെ നമ്മൾ ഇങ്ങനെ ഈ എന്താ പറയാ, സിനഡ് തീരുമാനമാണ്, മാർപ്പാപ്പയുടെ ഡിസിഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിഭാഗം വിശ്വാസികളും പുരോഹിതരും ഇതിനെ എതിർക്കുന്നു എന്നുള്ളത്, അത് ഒരു വിഭാഗം മാത്രം പുരോഹിതരാണോ, ഒരു വിഭാഗം മാത്രം വിശ്വാസികളാണോ എന്നുള്ളിടത്താണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ സഭാ നേതൃത്വം അഭിമുഖീകരിച്ചേ മതിയാവും. കാരണം അതല്ലെങ്കിൽ വലിയ പിളർപ്പിലേക്ക് സഭ വീണ്ടും പോകും. അങ്ങനെ ഒരു പിളർപ്പ് താങ്ങാവുന്ന സ്ഥിതിയിലല്ല കേരളത്തിലെ കത്തോലിക്ക സഭ, മാത്രമല്ല ക്രൈസ്തവ സമൂഹവും. വളരെ നന്ദി ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, റിജു കാഞ്ഞുകാരൻ, ജോർജ് പൊടിപ്പാറ ഇത്രയും സംസാരിച്ചതിന്.